പ്ലാസയിൽ യൂത്ത് കോൺഗ്രസ് സമരം ടോൾ പ്ലാസ ഓഫീസ് പൂട്ടിയിട്ട 4 പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ടോൾ പിരിവ് നിർത്താൻ കളക്ടർ ഉത്തരവിട്ടിട്ടും ഫാസ്ടാഗിലൂടെ ടോൾ പിരിവ് തുടരുന്നതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് പാലിയേക്കര ടോൾ പ്ലാസയിൽ സമരം നടത്തി. ടോൾ പ്ലാസ ഓഫീസ് പൂട്ടിയിട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ഉച്ചയ്ക്ക് 12:30യോടെയായിരുന്നു സംഭവം. പ്രതിഷേധവുമായി എത്തിയ പ്രവർത്തകർ ടോൾ പ്ലാസയിലെ ബാരിക്കേഡുകൾ റോഡിലേക്ക് വലിച്ചെറിഞ്ഞു. ചങ്ങലയും താഴും ഉപയോഗിച്ച് ടോൾ പ്ലാസ ഓഫീസ് പ്രവർത്തകർ പൂട്ടിയിട്ടു. ഇതോടെ ജീവനക്കാർ ഓഫീസിൽ അകപ്പെട്ടു. ഉടൻ സ്ഥലത്തെത്തിയ പോലീസും പ്രതിഷേധക്കാരും തമ്മിൽ വാക്പോരും ഉന്തും തള്ളുമുണ്ടായി. ഫാസ്ടാഗ് വഴി ടോൾ പിരിക്കാൻ അധികൃതർക്ക് പോലീസ് കൂട്ടുനിൽക്കുകയാണെന്നും പ്രവർത്തകർ ആരോപിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ജെറോൺ ജോണിന്റെ നേതൃത്വത്തിലായിരുന്നു സമരം. നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് പ്രിൻസ് ഫ്രാൻസിസ്, മണ്ഡലം വൈസ് പ്രസിഡന്റ് വൈശാഖ് ഐത്താടൻ, പുതുക്കാട് മണ്ഡലം പ്രസിഡന്റ് റെനീഷ് ഇല്ലിക്കൽ, ജസ്റ്റിൻ ആറ്റുംപുറം, ആൽബിൻ സ്റ്റാലിനി, ജോൺ പോൾ എന്നിവർ സമരത്തിൽ പങ്കെടുത്തു. ജെറോൺ ജോൺ, പ്രിൻസ് ഫ്രാൻസിസ്, വൈശാഖ് ഐത്താടൻ, റെനീഷ് ഇല്ലിക്കൽ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഫാസ്ടാഗ് റീഡിംഗ് സംവിധാനങ്ങൾ NPCIയുടെ കീഴിലാണെന്നും അതിനാൽ തങ്ങൾക്ക് ഇടപെടാനാകില്ലെന്നുമാണ് ടോൾ കമ്പനിയുടെ നിലപാട്. ബുദ്ധിമുട്ടുമ്പോഴും കളക്ടർ ഈ ടോൾ നിർത്തിവെക്കണമെന്ന് ഉത്തരവിട്ടിട്ട് പോലും ഈ ടോൾ അധികൃതരുമായി ഇന്ന് യൂത്ത് കോൺഗ്രസ് ചർച്ച നടത്തി. അപ്പോൾ ഇവിടുത്തെ ചാർജുള്ള ജീവനക്കാരൻ ഞങ്ങളോട് പറഞ്ഞത്, ഞങ്ങളുടെ ഉന്നത മേലധികാരികൾ അത് നോക്കിക്കോളും, കളക്ടറുടെ ഉത്തരവ് ഇവിടെ ഇരുന്നോട്ടെ, ഞങ്ങളുടെ ഉന്നത മേലധികാരികൾ അത് നോക്കുമെന്നുള്ള അങ്ങേയറ്റ ധാർഷ്ട്യത്തോടെയാണ് യൂത്ത് കോൺഗ്രസിനെ ഞങ്ങളോട് സംസാരിച്ചതും ഇവിടുത്തെ ആളുകളോടും സംസാരിച്ചത്.